ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഈ ദിനം നന്മയുടെ ദിനമാകട്ടെ എന്ന് നമുക്ക് പരസ്പരം ആശംസിക്കാം. കത്തോലിക്ക തിരുസഭ ഇന്ന് സുവിശേഷകനായ വിശുദ്ധ ലൂക്കാ ശ്ലീഹായുടെ ഓർമ്മദിനം കൊണ്ടാടുന്നു. ഈശോയെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ച, വചനത്തിലൂടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച, തിരുക്കുടുംബവുമായിട്ട് ഒരുപാട് അടുത്ത ബന്ധമുള്ള ഈ പുണ്യവാൻ്റെ ഓർമ്മദിനം, ലൂക്കാ ശ്ലീഹായുടെ ഈ തിരുനാൾ ദിനം നമുക്കേവർക്കും അനുഗ്രഹമാക്കാം. സുവിശേഷകനായ വിശുദ്ധ ലൂക്ക അന്ത്യോക്യയിൽ വിജാതീയ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു. ഏഷ്യയിലെ പ്രസിദ്ധ വിദ്യാലയങ്ങൾ അന്ന് അന്ത്യോക്യയിലായിരുന്നതുകൊണ്ട് ലൂക്കായ്ക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു. ഗ്രീസിലും ഈജിപ്തിലും യാത്ര ചെയ്ത് വിജ്ഞാനം സമ്പാദിച്ചു. പൗലോസ്ലീഹ ത്രോവാസിൽ നിന്ന് ഫിലിപ്പിയിലേക്ക് പോകും വഴി ലൂക്ക മാനസാന്തരപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രേക്ഷിത യാത്രകൾ നടത്തിക്കൊണ്ടിരുന്നു. AD 53 55 ആരംഭിച്ച ഈ ബന്ധം പൗലോസ്ലീഹയുടെ മരണം വരെ നിലനിന്നു. കേസറിയായിൽ വെച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും റോമ യാത്രയിലും ലൂക്ക അദ്ദേഹത്തെ അനുയാത്ര ചെയ്തു. കൊളോസ്യർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ വിശുദ്ധ ലൂക്കായെ എൻ്റെ പ്രിയപ്പെട്ട വൈദ്യൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നു. ശ്ലീഹ അദ്ദേഹത്തെ സഹപ്രവർത്തകനെന്നും വിളിച്ചു കാണുന്നുണ്ട്. ലൂക്ക തൻ്റെ സുവിശേഷം 60-ാം ആണ്ടിൽ അക്കയായിൽ വച്ച് എഴുതിയെന്ന് പറയപ്പെടുന്നു. ശ്ലീഹായുടെ പ്രസംഗങ്ങളെ ആശ്രയിച്ചാണ് ലൂക്ക സുവിശേഷം എഴുതിയത്. എന്നാൽ പൗലോസും ലൂക്കായും ഈശോയുടെ ജീവിത സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളല്ലാതിരിക്കെ തന്നെ ഈശോയുടെയും സ്നാപക യോഹന്നാൻ്റെയും ബാല്യത്തെ സംബന്ധിച്ച് നൽകുന്ന വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗവേഷണ ചാതുര്യം വിശദമാക്കുന്നു. വിശുദ്ധ മത്തായിയും മർക്കോസും നൽകാത്ത ചില സൂക്ഷ്മ വിവരങ്ങൾ പോലും ലൂക്ക നൽകിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ചിത്രം ആദ്യം വരച്ചത് ലൂക്കയാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ ലൂക്ക ഒരു ഭിഷഗ്വരനും ചിത്രമെഴുത്തുകാരനുമായിരുന്നിരിക്കാം. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സങ്കീർത്തനം ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനാൽ ഇദ്ദേഹം കന്യകാമറിയത്തെ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചുവെന്ന് ചിന്തിക്കുന്നതിൽ അപാകതയില്ല. ലൂക്കയാണ് 3-ാമത്തെ സുവിശേഷത്തിൻ്റെയും അപ്പസ്തോല പ്രവർത്തനങ്ങളുടെയും ഗ്രന്ഥകാരൻ. രണ്ടും തെയോഫിലസിനെ സംബോധന ചെയ്താണ് എഴുതിയിരിക്കുന്നത്. തെയോഫിലസ് ഒരു ചരിത്രപുരുഷനാണെന്നും അല്ലെന്നും അഭിപ്രായമുണ്ട്. ഒരു തൂലികാനാമമാണെന്നും വരാം. എന്തെന്നാൽ ഈശ്വരവത്സലൻ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. സുന്ദരവും സരളവും സാഹിത്യഗുണം തുളുമ്പുന്നതുമായ ഒരു ഗ്രീക്ക് ശൈലിയിലാണ് കഥാകാരനായ വിശുദ്ധ ലൂക്ക ഉപയോഗിച്ചിട്ടുള്ളത്. പൗലോസ്ലീഹായുടെ മരണത്തിന് ശേഷം ലൂക്ക അക്കയായിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്നും അവിടെ വെച്ച് മരിച്ചുവെന്നുമാണ് പാരമ്പര്യം. സ്നേഹമുള്ളവരെ, ലോകത്തിൽ നമുക്ക് ദുരിതങ്ങളും ദുഃഖങ്ങളുമൊക്കെ ഉണ്ടാവാം. ധൈര്യപ്പെടുവിൻ, കാരണം ഈശോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലൂക്കാ ശ്ലീഹായുടെ ഈ ഓർമ്മദിനം നമുക്ക് അനുഗ്രഹത്തിന് ദിനമാക്കി മാറ്റാം. സുവിശേഷകനായ ലൂക്കാ ശ്ലീഹായുടെ അടയാളം കാളയാണ്. ദേവാലയ കർമ്മങ്ങളെയും ദേവാലയ ആചാരങ്ങളെയും ഒക്കെ ഏറെ പരാമർശിച്ചിട്ടുള്ള ഈ സുവിശേഷകൻ നമ്മുടെ ജീവിതത്തിലും ദേവാലയവുമായിട്ട് നാം അഭേദ്യമായ ബന്ധമുണ്ടാകണമെന്ന് ഒരു പാഠം സമ്മാനിക്കുന്നുണ്ട്. എൻ്റെ ഹൃദയം ദേവാലയമാക്കി, നമ്മുടെ ഭവനങ്ങളും ഹൃദയവുമൊക്കെ ദേവാലയമാക്കി ഏറ്റവും വിശുദ്ധിയുടെ ഒരു കാണിക്കയായി, കാഴ്ചയായി നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കാം. തിരുക്കുടുംബവുമായിട്ട് ഏറെ അടുത്ത ബന്ധമുള്ള ഈ വിശുദ്ധൻ നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്നു. അമ്മയുടെ കരം പിടിച്ച് അമ്മയുടെ ഒപ്പമായിരുന്നു കൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്കേവർക്കും യാത്ര ചെയ്യാമെന്ന്. ഈ ജപമാല മാസം അതിനുള്ളൊരു വേദിയാകട്ടെ. ലൂക്കാ ശ്ലീഹായുടെ ഈ വലിയ ദിനം നമുക്ക് അനുഗ്രഹത്തിൻ്റെതാക്കാം.
എല്ലാ കൃപാവരങ്ങളും നമുക്ക് നേടുകയും ചെയ്യാം. വിശുദ്ധ ഗ്രന്ഥപാരായണം ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുത്തിടപഴകുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. വിജാതീയരെയും ദരിദ്രരെയും പാവപ്പെട്ടവരെയും ഒക്കെ ലൂക്കാശ്ലീഹ ഒരുപാട് ഉദ്ധരിക്കുന്നുണ്ട്. സാധാരണത്വങ്ങളിൽ ദൈവത്തെ കാണുവാനുള്ള വലിയ വിശാലത നമുക്കുണ്ടാവട്ടെ. ലൂക്കാശ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇത് ജപമാല മാസമാണ്. പരിശുദ്ധ അമ്മയോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ലൂക്കാശ്ലീഹയുടെ ഓർമ്മ നമ്മൾ കൊണ്ടാടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യങ്ങളും അമ്മയുടെ കൃപാവരങ്ങളുമൊക്കെ അനുഗ്രഹമാകട്ടെ എന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കൊണ്ട് ശുശ്രൂഷാ മേഖല എല്ലാ മക്കളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മിഷണറിമാരെ, സാധാ സേവനം ചെയ്യുന്നവരെ, ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.